നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ കൊഴുക്കുകയാണ് കേരളത്തിൽ. വി ഡി സതീശൻ ഒന്ന് പറയുന്നു, എം വി ഗോവിന്ദൻ തിരിച്ചടിക്കുന്നു, പിണറായി വിജയൻ ദിവസവും പത്രസമ്മേളനം നടത്തുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഏത് തരത്തിലാണോ ചില പ്രത്യേക അവസരങ്ങളിൽ എല്ലാ ദിവസവും പത്രക്കാരെ കണ്ടുകൊണ്ടിരുന്നത്, അതിലും കൂടുതൽ ഒരു ഇൻറ്റൻസിറ്റിയോടുകൂടി അല്ലെങ്കിൽ അതിലും കൂടുതൽ ഒരു തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, പിണറായിക്ക് മൂർച്ച കൂടിയിട്ടുണ്ട്. ആ മൂർച്ച ഫലപ്രദമാണോ അല്ലയോ, അതോ സ്വന്തം അദ്ദേഹത്തിൻ്റെ കൈമുറിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും വാദപ്രതിവാദങ്ങൾ കൊഴുക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു മറുവശം എന്നുള്ളത്, വി ഡി സതീശൻ ഇവരെയൊക്കെക്കാൾ സമർത്ഥനാണ്. സമർത്ഥൻ എന്നുള്ളത് ഭരണാധികാരി എന്നുള്ള നിലയിലല്ല, അടിസ്ഥാനപരമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന എന്തെങ്കിലും ആരോപണം അല്ലെങ്കിൽ ഒരു വാദം, അതിനെയെല്ലാം കൃത്യമായിട്ട് ഖണ്ഡിക്കുവാൻ വി ഡി സതീശന് സാധിക്കുന്നുണ്ട്. ഒന്ന്, സൗമ്യനായി അദ്ദേഹം പത്രപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും. രണ്ടാമത്തെ അത് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പദപ്രയോഗങ്ങളെല്ലാം വളരെ കൃത്യതയോടുകൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, ആ രീതിയിൽ പദപ്രയോഗത്തിൽ സമർത്ഥനാണ് അദ്ദേഹം. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, വി ഡി സതീശൻ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർക്ക് വിവാദമാക്കുവാൻ അങ്ങോട്ടേക്ക് ഇട്ടുകൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഇരകളുണ്ടല്ലോ, ഇരയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത്, അതെല്ലാം ഇവരുയർത്തുന്ന എല്ലാ ആരോപണങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള പ്രധാന വഴികൾ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അതിലൊന്ന്, ആദ്യത്തേത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി. ആ നികുതി സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ തുനിഞ്ഞതും മാറ്റിവെച്ചതും അതിലൊരു സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുവാൻ ഇടയാക്കിയതുമെല്ലാം LDF സർക്കാരിൻ്റെ കാലത്തുള്ള ചില നടപടികളും സ്വീകരിക്കാതിരുന്ന ചില നടപടികളുമാണ്. അത് വി ഡി സതീശൻ കൃത്യമായി മനസ്സിലാക്കി ആ ഒരു ഇരയെ അങ്ങോട്ടിട്ട് കൊടുത്തു. അവർ കൊത്തി കൃത്യമായ പുകമറ സൃഷ്ടിച്ച് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യം നടത്തിയെടുത്ത് വി ഡി സതീശൻ അടുത്ത നടപടിയിലേക്ക് കടന്നു. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം, 13,000 കോടിയുടെ വിദേശ നിക്ഷേപം ഉണ്ടാകുമെന്നുള്ള ആ ഒരു പദ്ധതി വന്നതോടുകൂടി ഇടതുപക്ഷം സടകുടഞ്ഞെഴുന്നേറ്റു. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ പ്രതിരോധം എത്തി നിൽക്കുന്നത്, ഈ നിക്ഷേപം വി ഡി സതീശനായിട്ട് കൊണ്ടുവന്നതല്ല, വി ഡി സതീശൻ്റെ കാലത്ത് കൊണ്ടുവന്നതല്ല. അദാനി കോർപ്പറേഷൻ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ചർച്ചകളും അല്ലെങ്കിൽ തീരുമാനത്തിലേക്കുള്ള പ്രാരംഭ ചർച്ചകൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തെ തുടങ്ങിയിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ് ദേശാഭിമാനിയിൽ നിന്ന് വന്ന വാർത്തയാണ്. MSC കമ്പനിയുടെ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ കമ്പനിയുടെ 13,000 കോടി രൂപയുടെ നിക്ഷേപം വരുന്നു. പിണറായി വിജയൻ സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതി നടപ്പാക്കലായിരുന്നു, അല്ലെങ്കിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത രീതിയാണ് അതിന് സഹായിച്ചത് തുടങ്ങിയ നിരവധി വാദങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയനെ പുകഴ്ത്തി, വാനോളം പുകഴ്ത്തി ദേശാഭിമാനി ജൂൺ 5 പ്രസിദ്ധീകരിച്ച ലേഖനമാണ് വി ഡി സതീശൻ ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത്. ജൂൺ 5 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ളൊരു ഭരണ തീരുമാനങ്ങൾ എടുക്കുവാനുള്ളൊരു പ്രായം വി ഡി സതീശൻ്റെ മന്ത്രിസഭയ്ക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് പറഞ്ഞത്, സാങ്കേതികമായി ഇവരെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ ആയുധങ്ങളും അവർ തന്നെ വി ഡി സതീശന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ തന്നെ ആലോചിക്കൂ, ഈ വി ഡി സതീശൻ ഈ ദേശാഭിമാനി പത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ പിണറായി വിജയൻ പിൻവലിഞ്ഞു. പത്രപ്രവർത്തനത്തിൽ പിണറായി വിജയൻ ഉയർത്തിയ എല്ലാ വാദങ്ങളും ആരോപണങ്ങളും തകർന്നു വീണു എന്ന് തന്നെ പറയാം. ഇപ്പോൾ എം വി ഗോവിന്ദനെ മുന്നോട്ടേക്ക് വിട്ടിട്ടുണ്ട്. സത്യമാണ്, പാർട്ടി പത്രത്തിൽ വരുന്ന വാർത്തയുടെ ന്യായീകരണം നടത്തേണ്ടത് പാർട്ടി സെക്രട്ടറി തന്നെയാണ്, പ്രതിപക്ഷ നേതാവല്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടിയാണ് ഈ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത വഴി വി ഡി സതീശൻ മറുപടി നൽകിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ പ്രതിരോധിച്ചത് എന്താണ്? ദേശാഭിമാനി പത്രത്തിൽ ആ വാർത്ത വരുവാൻ പാടില്ലായിരുന്നു, മുന്നോട്ട് കാണുവാനുള്ള ഒരു ശേഷി അവർക്കുണ്ടാകണമായിരുന്നു. കൃത്യമായിട്ട് ആലോചിച്ച് നോക്കൂ, ദേശാഭിമാനി പത്രം ആ വാർത്തയിൽ പ്രകീർത്തിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ്. എം വി ഗോവിന്ദൻ പറയുന്നതും ദീർഘവീക്ഷണം ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്, ദേശാഭിമാനി പത്രത്തിലാണെന്ന് മാത്രം. അടിസ്ഥാനപരമായിട്ട് എം വി ഗോവിന്ദൻ്റെ വാക്കുകളൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, വരികൾക്കിടയിൽ നിങ്ങളൊന്ന് വായിച്ചാൽ, അദ്ദേഹം പറയുന്നത്, ഈ സംഭവം ഞങ്ങൾക്കറിയാമായിരുന്നു, വി ഡി സതീശനെതിരെ ഞങ്ങൾ ആയുധമാക്കാൻ ഇത് നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് എന്ന രീതിയിൽ ഇത് കയ്യിലെടുത്തു. അപ്പോഴാണ് ഈ കുഴപ്പമുണ്ടായത്. ദേശാഭിമാനി പത്രത്തിൻ്റെ ഈ വാർത്ത വഴി അല്ലെങ്കിൽ ദേശാഭിമാനി പത്രം പ്രതി ഈ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധം നിഷ്പ്രഭമായി പോയത്, അല്ലെങ്കിൽ വി ഡി സതീശൻ അതിനെ നിഷ്പ്രഭമാക്കിയത് ദേശാഭിമാനി എന്ന കവചത്തെ ഉപയോഗിച്ച്, പരിചയം ഉപയോഗിച്ച്.
അത് ചെയ്യുവാൻ പാടില്ലായിരുന്നു, ദീർഘവീക്ഷണം ഉണ്ടാകണമായിരുന്നു എന്നാണ് എം വി ഗോവിന്ദൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കുക. ഈ MSC കമ്പനി 49% ഓഹരി അദാനിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്ന് കരുതുക. വി ഡി സതീശൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു, അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്, അംഗീകാരം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, അംഗീകാരം കൊടുക്കില്ല എന്ന് തീർത്ത് പറയുവാൻ ഇപ്പോൾ സാധിക്കില്ല, വ്യക്തമായ പരിശോധനകൾക്ക് ശേഷമേ അത് തീരുമാനിക്കാനാവുകയുള്ളൂ. അവിടെയും വരികൾക്കിടയിൽ വായിച്ചാൽ ഈ പദ്ധതിയുമായി അദാനി കോർപ്പറേഷൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, ഈ ഒരു നിക്ഷേപം നടക്കുകയും ചെയ്യും. അതിനും അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി മന്ത്രാലയങ്ങളുടെ അനുമതി, പ്രത്യേകിച്ച് സുരക്ഷിതമായൊരു പ്രദേശമാണ്, അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു തീരപ്രദേശമാണ് വിഴിഞ്ഞം. ദേശീയ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാവുന്ന പല കാര്യങ്ങളും നടക്കുവാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ആഭ്യന്തര മന്ത്രാലയം മുതൽ തീരദേശ വകുപ്പിൻ്റെയും എല്ലാം കേന്ദ്ര അനുമതി ഈ പദ്ധതികൾക്കും അല്ലെങ്കിൽ ഈ ഓഹരി കൈമാറ്റത്തിനും ലഭിക്കേണ്ടതുണ്ട്. ആത്യന്തികമായി വി ഡി സതീശൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്, അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു ഈ തുറമുഖത്തിൻ്റെ ഉടമസ്ഥാവകാശം സംസ്ഥാനത്തിൽ നിക്ഷിപ്തമാണെന്ന്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഈ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പറയുമ്പോൾ, അക്കമിട്ട് നിരത്തുമ്പോൾ, അവിടെയും വരികൾക്കിടയിൽ വായിക്കേണ്ടത് ആത്യന്തികമായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മുൻപിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിലാണ് ഇതിൻ്റെ എല്ലാം പരിണാമം നിശ്ചയിക്കപ്പെടുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സതീശൻ വളരെ സമർത്ഥനാണ്. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ്, അത് തീരുമാനിക്കേണ്ടത് കേന്ദ്രമല്ലേ എന്ന് പറഞ്ഞാൽ നാളെ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും സതീശൻ കേന്ദ്രത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്നു. ഇവിടെ സതീശൻ സംസ്ഥാനത്ത് പ്രതിഫലിപ്പിക്കുന്നത്, ഞാൻ ശക്തനായ മിടുക്കനായ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ അറിയാവുന്ന, ഭരണ സ്ഥിരതയുള്ളൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യക്ഷമതയുള്ള കാര്യപ്രാപ്തിയുള്ളൊരു മുഖ്യമന്ത്രിയാണ്. കേന്ദ്രത്തിൻ്റെ മുൻപിൽ നമുക്ക് തമ്മിലൊരു പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാം, സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ, കേന്ദ്ര സർക്കാരും തമ്മിൽ അങ്ങനെ തന്നെ വേണം ഒരു ഭരണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഭരണയന്ത്രം തിരിക്കുവാനായി. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വി ഡി സതീശന് ഭരണയന്ത്രം തിരിക്കുവാൻ അറിയില്ല, വാചകമടിക്കുവാൻ മാത്രമേ അറിയാവൂ എന്ന്. മുഹമ്മദ് റിയാസിൻ്റെ ബന്ധുവായ അമ്മായി അച്ഛനായ പിണറായി വിജയൻ ഭരണയന്ത്രം തിരിച്ച് ഇപ്പോൾ എവിടെ എത്തി കേരളമെന്നും എവിടെ എത്തി ആ ഭരണയന്ത്രം തിരിച്ച പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്നുള്ളതും മുഹമ്മദ് റിയാസ് ഒന്ന് ആത്മപരിശോധന രീതിയിൽ പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, വി ഡി സതീശൻ നല്ല മുഖ്യമന്ത്രിയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന്. അല്ല. അതിൻ്റെ ആ കെടുകാര്യസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അവിടെ വി ഡി സതീശൻ്റെ ഭരണകാര്യക്ഷമതയെ നമുക്കൊന്ന് പരിശോധിക്കാം. പക്ഷേ ഇപ്പോൾ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നയവും മനോഭാവവുമാണ്. വികസനമെന്നുള്ള ഏതെങ്കിലും പ്രക്രിയ എപ്പോഴും തടസ്സപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു സ്വഭാവമാണ്. എന്തുകൊണ്ട് അവർ വികസനത്തെ തടസ്സപ്പെടുന്നു? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അവരെ പാവങ്ങളാക്കി നിർത്തുക, നമ്മൾ ഭരണത്തിൽ അവരെ പാവകളായി ഉപയോഗിച്ചുകൊണ്ട് കയറിയിരിക്കുക എല്ലാ കാലത്തും. കീപ് ദം പുവർ, സ്റ്റേ ഇൻ പവർ, അതാണ് മന്ത്രം, അവരുടെ മന്ത്രം. ആരെ പുവറായി വയ്ക്കണം? ദരിദ്രരായി വയ്ക്കണം, സാധാരണക്കാരെ. അതുകൊണ്ട് തന്നെയാണ് ദേശീയപാത വികസനം വരുമ്പോൾ ഖദീജ് സുമാൻ്റെ പശുവിന് ഗോപാലൻ നായരുടെ പറമ്പിൽ പോയി പുല്ല് മേയുവാൻ സാധിക്കില്ല, റോഡ് ക്രോസ് ചെയ്താൽ വണ്ടികൾ കാരണം എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് അതിനെതിരെ സമരം ചെയ്യുക. ഭരണത്തിൽ വന്നാലുടൻ അതിനുള്ള കാര്യങ്ങൾ നീക്കി അതിനെ എവിടെയെങ്കിലുമൊക്കെ കമ്മീഷൻ അടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കി അതുമായി മുന്നോട്ട് പോവുക. 48 വർഷങ്ങളാണ്, 45 വർഷങ്ങളാണ് കേരളത്തിൽ ദേശീയപാത പദ്ധതി മുടങ്ങിക്കിടന്നിരുന്നത്, മാറി മാറി വന്ന സർക്കാരുകളുടെ പരസ്പരമുള്ള അധികാര കമ്മീഷൻ വടംവലികളാൽ. വിഴിഞ്ഞം പദ്ധതിയും അങ്ങനെ തന്നെ നീണ്ട് കാലാകാലങ്ങളായി വിഴിഞ്ഞം എന്ന് വരും എന്നുള്ള രീതിയിൽ എപ്പോഴും രാഷ്ട്രീയ ചോദ്യമായി ഉയർത്തപ്പെട്ടു വന്ന് അവിടെ കെട്ടടങ്ങിപ്പോയ ഒരു പദ്ധതിയായി ദീർഘകാലം മുടങ്ങിക്കിടന്നിരുന്നതാണ്. ചുവപ്പ് നാടകളിലല്ല, ഈ ഖദറിൻ്റെയും ചുവപ്പ് കുപ്പായത്തിൻ്റെയും നാടകളിൽ, ചുവപ്പ് കൊടിയുടെയും ചെങ്കൊടിയുടെയും നാടകളിൽ കുടുങ്ങി മുടങ്ങിക്കിടന്നൊരു പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. അപ്പോൾ പറയും ഉമ്മൻചാണ്ടി അത് നടപ്പാക്കിയില്ലേ? വികസനമില്ലാതെ കേരളത്തിന്, അല്ലെങ്കിൽ ഒരു വികസന സ്ഥിരതയുള്ളൊരു സംസ്ഥാനമാണ്, ഏറ്റവും കുറഞ്ഞതൊരു വികസനത്തിനോട് ഞങ്ങൾക്കൊരു പിന്തിരിപ്പൻ മനോഭാവം ഇല്ല എന്നുള്ളതെങ്കിലും ലോകത്തിൻ്റെ മുൻപിൽ കാണിച്ചില്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഒരു സർക്കാരിനും കേരളത്തെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കില്ലായിരുന്നു.
കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക സ്ഥിതിയും എല്ലാം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്ന്. വിഴിഞ്ഞം അത്യാവശ്യമായൊരു സന്ദർഭം വന്നു. ദേശീയപാത കൂടാതെ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം വന്നു. ഇതെല്ലാം സാധ്യമാകുവാനും നടപ്പായി കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും കേന്ദ്രത്തിൽ നിശ്ചയദാർഢ്യമുള്ളൊരു ഭരണം വരേണ്ടി വന്നു 2014 മുതൽ. ഇന്ന് 12 വർഷങ്ങൾക്കുള്ളിൽ ദേശീയപാത സംബന്ധമായും വിഴിഞ്ഞം സംബന്ധമായും നടന്ന വികസനങ്ങൾ മാത്രമൊന്ന് അക്കമിട്ടൊന്ന് പരിശോധിച്ച് നോക്കൂ. മുഴുവനായിട്ട് നിങ്ങൾ ആഴത്തിലുള്ള ഗവേഷണമൊന്നും നടത്തണ്ട. ബുള്ളറ്റ് പോയിൻറ്റ്സായിട്ട് ഈ കാര്യങ്ങൾ എത്ര വികസനം നടന്നു എന്നുള്ളതൊന്ന് പറഞ്ഞു തരൂ. ChatGPT, ജെമിനി എന്നൊക്കെ ഒന്ന് ചോദിച്ചാൽ AI തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരും. അതിൻ്റെ ഒരു കൃത്യത കൂടുതൽ ഗഹനമായ പഠനത്തിലൂടെ സാധ്യമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. എന്തായാലും പറഞ്ഞു വന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ്. ഈ വികസനങ്ങൾ അവർ തടയുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരെ എന്നും ദാരിദ്ര്യാവസ്ഥയിൽ പാർട്ടിക്ക് വിധേയരായി അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർട്ടിയാണെന്നുള്ള തരത്തിൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സും സാമൂഹിക പിൻബലത്തിൻ്റെ സ്രോതസ്സും എല്ലാം പാർട്ടി മാത്രമായി ഒതുങ്ങുന്ന തരത്തിൽ ഒരു സമൂഹത്തെ എന്നും നിലനിർത്തുക. അതിന് വികസനം എപ്പോഴും ഒരു തടസ്സമാണ്. ഈ മാവോയിസ്റ്റുകളെ പോലെ തന്നെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ നല്ല റോഡുകളും ആ പ്രദേശവാസികൾക്ക് ജോലികളും കൃത്യമായിട്ടുള്ള ശമ്പളവും അവരുടെ ജീവിത നിലവാരം ഉയരുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ വരിക, മറ്റ് സംരംഭങ്ങൾ അവിടെ വരിക, ഇതൊക്കെ ഉണ്ടായാൽ മാവോയിസ്റ്റുകൾ താനേ ഇല്ലാതായി പോകും. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റും. അവർ അർബൻ മാവോയിസ്റ്റുകളാണ്, ആയുധമെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇരു കൂട്ടരും ചിതലുകളുടെ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ചിതലുകളുടെ കർമ്മമാണ് സമൂഹത്തോട് ചെയ്യുന്നത്. കാർന്നു തിന്ന് ഉള്ളിൽ നിന്ന് ഇല്ലാതാക്കുക. അതിന് അവർക്ക് ദരിദ്രരെ വേണം. ആ ദരിദ്രരെ സ്ഥിരമായി ദരിദ്രരായി തന്നെ നിലനിർത്തണമെങ്കിൽ വികസനം ഉണ്ടാകരുത്. ഇനി അപ്പോൾ ചോദിക്കാം, ഭരണത്തിൽ വരുമ്പോൾ അവർ ഈ വികസന പദ്ധതികൾ കയ്യിലെടുക്കും, പലതും പൂർത്തീകരിക്കാറില്ല. അത് കയ്യിലെടുക്കുന്നതിൻ്റെ കാര്യം പാർട്ടി ഫണ്ട്, സ്വന്തം കമ്മീഷൻ തുടങ്ങിയ അനാമനാ സംതൃപ്തി എന്ന് പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അനാമനാ സംതൃപ്തിയുമായി ഭരണത്തിലിരിക്കുന്ന കാലത്ത് നടക്കുകയും അത് കഴിയുമ്പോൾ അതേ പദ്ധതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നവരെ കുറ്റപ്പെടുത്തുകയും അവർക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശീലമാണ്. VD സതീശൻ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ അറിയുന്ന തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഇവരുടെ ഇടയിൽപ്പെട്ട് ഈ പദ്ധതികൾ വീണ്ടും ഒരു 40-45 വർഷങ്ങൾ നീണ്ടുപോവുകയും മുടങ്ങിക്കിടക്കുകയും ചെയ്യും. അത് കേരളത്തെ സംബന്ധിച്ച് ദുഃഖകരമായൊരു കാര്യമാണ്. ഈ ഒരു വസ്തുതകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഞാൻ അവസാനമായി പ്രേക്ഷകരോട് പറയുന്നു, ഇതിനെക്കുറിച്ചൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല. എനിക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടാണ് എനിക്ക് അറിയുവാൻ കൂടുതൽ താല്പര്യം. ആ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമൈ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.